They made it about happiness. They made it about family. They made it about community, friends, and just enjoyment. Angane malsara buddhi illade, a place where you can go to where fun is first. It's all about adventure and about having lots and lots of fun. All adults can come leap, laugh and repeat. നിങ്ങൾ എല്ലാവരും ചെയ്യില്ലേ? ഒറ്റൊരു കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ വരണം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരണം, നിങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടാവണം. ബിക്കോസ് ഇവിടെ ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിംഗ്, ഇറ്റ്സ് അബൌട്ട് ഷോയിങ് അപ്പ്. ഇറ്റ്സ് അബൌട്ട് എ സീരിയസ് ടേൺ into serious fun. So get ready to enter the universe of unlimited fun, ladies and gentlemen. Madiverse എന്ന് പറയുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവ് ട്രെഡ്ജ് ഇന്റർനാഷണൽ ആണ് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് പവർഡ് ബൈ ട്രൂത്ത് ഗ്രൂപ്പ്. അവർക്ക് വേണ്ടി നല്ലൊരു ഐഡിയ കൊടുക്കാം, ബിക്കോസ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ട്രെഡ്ജ് ഇന്റർനാഷണൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ഒരു യൂത്ത് എംപവർമെന്റ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ പ്രോഗ്രാം കമ്പനിയാണ്. ഇവരുടെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക്കലി പ്ലാനിങ് stuff for the empowerment of youngsters, to foster community, which all are very, very important in that കാലഘട്ടത്തിൽ. In fact, അവർ ദുബായിലേക്ക് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. That is going to be a regional hub for them. They are positioning Tredge for a GCC-wide growth and cross-border youth initiative. യൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്യൂച്ചർ ആണ്, നമുക്കറിയാം. ഐ തിങ്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ പോപ്പുലേഷൻ്റെ ഒരു പെർസെൻറ്റേജ് എടുത്താൽ യൂത്ത് ആണ് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പെർസെൻറ്റേജ് വൈസ്. പക്ഷെ അവർക്കുള്ള അവരുടെ പോസിറ്റിവിറ്റി, അവരുടെ ഒരു മെന്റൽ ഹെൽത്ത്, അവരുടെ ഒരു എല്ലാം സൈക്കോളജിക്കലി ഒക്കെ ഫോസ്റ്റർ ചെയ്യണമെങ്കിൽ ആക്ടിവിറ്റി ഡ്രിവൺ ആയിട്ടുള്ള നല്ല സന്തോഷിപ്പിക്കുന്ന സംഭവങ്ങൾ നടക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡ്രഗ്സ്. We have a huge issue with drugs. അതുകൊണ്ട് തന്നെ നിരവധി ആന്റി ഡ്രഗ് ക്യാമ്പയിൻസുമായിട്ട് നമ്മൾ എല്ലാവരും കുറേ സ്ഥലത്ത് കാണുന്നുണ്ട്. ട്രെഡ്ജ് ഇന്റർനാഷണലും അതുപോലെ തന്നെ മാഡിവേഴ്സിനെയും വൺ ഓഫ് ദെയർ മെയിൻ ഹൈലൈറ്റ്സ് അവരുടെ സോഷ്യൽ കോസ് എന്ന രീതിയിൽ അവർ ആഗ്രഹിക്കുന്നതും ചെറുപ്പക്കാരെ ഡ്രഗ്സിൽ നിന്ന് മാറ്റി നിർത്തുക. അതിന് എന്തൊക്കെ ഓപ്ഷൻസ് ആണോ ചെയ്യാൻ പറ്റുക, ലെറ്റ്സ് ട്രൈ ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് ദാറ്റ്. സോ ലഹരി വിമുക്തമായ ഒരു കേരളമാണ് അവരുടെയും ആഗ്രഹം. ഈ ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് മാഡിവേഴ്സ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ടാഗ് ലൈനും അതാണ്, ഹൈ ഓൺ ലൈഫ്. ജീവിതത്തിൽ നിന്നും ആ ഒരു നശ ലഭിക്കുക എന്ന് പറയുന്നത് is absolutely wonderful, right? ഇതിന്റെ കൂടെ you can foster leadership skills. There's so many fantastic things that can be done. Another group that is supporting it is Truth Group. ഇവർ വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പാണ് ഖത്തറിൽ. ഇന്ത്യയിൽ പുറത്തുള്ള രാജ്യങ്ങളിൽ ഇവർ മൂവി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൂടിയാണ്. They have theatre chains in GCC countries and they also have an upcoming movie production company in Malayalam films. So nalloru kaidi once again for Tredge International and Truth Group. Thank you so much for your support. Ladies and gentlemen, നമ്മളുടെ കൂടെ we've got some very, very important guests who have joined us. ആ ഗസ്റ്റിനെ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് സ്വാഗതം ചെയ്തോട്ടെ. ആദ്യം തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരാ വന്നിരിക്കുന്നത്? ആരാ വന്നിരിക്കുന്നത്? കേട്ടില്ല, ഒച്ചമല്ല പറഞ്ഞ ആരാ വന്നിരിക്കുന്നത്? ഒരു നാണം പറയാൻ. നമ്മളുടെ എത്ര യൂണിവേഴ്സിലെ ഭാഗമായിട്ട് ഒരാളാണ് നമ്മുടെ പുതിയ യൂണിവേഴ്സിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്റെ ചോദ്യം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മലയാളികൾക്ക് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. വൺ ഓഫ് the most impressive actors of the last decade, truly an icon. സിനിമയിലെ അഭിനയത്തിലായാലും പ്രൊഡക്ഷനിലായാലും ജീവിതത്തിലായാലും I think he's one hell of a guy. നല്ലൊരു കാര്യോടെ let's welcome Tobino Thomas with a bouquet, please. ഒരു ബൊക്കെ കൊടുക്കാമോ? നമ്മുടെ ആദ്യത്തെ സൂപ്പർ ഹീറോ ആണ് ടോവി, അല്ലേ? നന്നായി ഒന്ന് കൈയടിച്ചേ ഫഹിം. കൈയടിയുടെ ശക്തി പോരാതെ തോന്നുന്നുണ്ടോ? കുട്ടികൾ മാത്രം ഒന്ന് കൈയടിച്ചേ, കുട്ടികളുടെ ശക്തി ഒന്ന് കാണിച്ചേ. കുട്ടികളുണ്ട് ഇവിടെ എല്ലാവരും. Of course, we are honored to have the presence of MP Haibi Eden sir here with us. നല്ലൊരു കാര്യമാണ്. Shall we please welcome Member of Parliament, Ernakulam District and also former MLA of Ernakulam District, Shri Haibi Eden. നല്ലൊരു കാര്യം കൊടുക്കാം ഹൈബി സാറിന്. നമ്മുടെ കൊച്ചിയിൽ എന്ത് പരിപാടി നടന്നാലും അതിന് ഏറ്റവും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഹൈബി. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഈ മാഡിവേഴ്സിന്റെ ഈ ഒരു ബ്രാൻഡ് ലോഞ്ചിനും ഹൈബിയെ സാധനം ക്ഷണിച്ചു കൊള്ളുന്നു. We would like to welcome Mr. Tom Joseph, who is here with us. Shri Tom Joseph, thank you so much. Are you here? Yes. നല്ലൊരു കാര്യം എടുക്കാം. Director New Initiatives, Jain Deemed to be University in KOC ആണ് Tom Joseph. Could I please welcome Mr. Jibin Gopinath? നമസ്കാരം ജിബിൻ. നല്ലൊരു കാര്യമാണ്. ജിബിനെ നമ്മൾ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. We are also honored to have Jitin here with us. Jitin, welcome. Thank you for joining us here.
Okay, so now we are talking about this absolute. ആരുടെ ഫോണാണ് എൻ്റെ എല്ലാവരും ഫോണൊന്ന് സൈലന്റ് ആക്കിയാൽ നമ്മൾക്ക് ഈ പണി പറ്റൂല. ഓക്കെ, ഓൾറൈറ്റ്. മാഡിവേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു യൂണിവേഴ്സിലേക്ക് കയറാൻ പോവുകയാണ് നമ്മൾ എല്ലാവരും. നമ്മുടെ ഏറ്റവും വിശിഷ്ട അതിഥികൾ ഇനിയും കുറച്ച് പേര് എത്താനുണ്ട്. നമ്മളവരെ കാത്തിരിക്കുന്നില്ല, ബിക്കോസ് വി ഓൾറെഡി ഹാവ് അവർ ചീഫ് ഗസ്റ്റ് ഹിയർ വിത്ത് us. നമുക്ക് വേണ്ടി മനോഹരമായ ഈ ഒരു പുതിയ ലോകം അത് തുറന്ന് കാട്ടുന്നത് ആരാണ് എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെത്തുന്ന ഒരു സംഭവമാണ്. ഐ തിങ്ക് സമയം കളയാതെ അതിന്റെ ആ ബ്രാൻഡ് ലോഞ്ച് നമുക്ക് ഈ സ്റ്റേജിൽ ചെയ്യാനുള്ള ഒരു മുഹൂർത്തം കൂടിയാണ് ഇപ്പോൾ. സോ അതുകൊണ്ട് തന്നെ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദ പേഴ്സൺ behind the brand. He has been working for 8 years in the IT industry, and before he's now moved form and shape into becoming an entrepreneur with the sole purpose of creating a meaning in people's life. അത് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആണ്. To create meaning in our lives is truly something that changes your world completely. I'd like to welcome Mr. Fazil Ashraf, founder and CEO, Tredge International, the man behind Madiverse. നല്ലൊരു കൈഡിയോടെ ഫാസിലിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, he is the person. ഫാസിലിന്റെ ഒരു വിഷനാണ് മാഡിവേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ, ഫസ്റ്റ് ടൈം ഇൻ കേരള കോൺസെപ്റ്റ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഖത്തറിലും ഇന്ത്യയിലും ഒക്കെ IT ഫീൽഡിൽ പണിയെടുത്ത് അതിന്റെ ഒരു റെപ്പറ്റീഷൻ ഉണ്ടല്ലോ, ആ റെപ്പറ്റീഷനിൽ നിന്നും മടുത്ത് കുറെ ആക്ടിവിറ്റീസ് സെർച്ച് ചെയ്ത് ഫൈനലി അദ്ദേഹം മനസ്സിലാക്കി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആർ ജോയസ്, ഇറ്റ് ഇസ് എ വേ ഫോർ റിലീസ്, ഇറ്റ് ഇസ് എ വേ ഫോർ ഹാപ്പിനെസ്. പക്ഷെ അതെങ്ങനെ ഇങ്ങനത്തെ ഒരു രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം എന്ന് കുറെ റിസർച്ച് ചെയ്ത് പഠിച്ച് ഇന്ത്യ മൊത്തം കറങ്ങി പാടുപെട്ടിട്ടാണ് മാഡിവേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ലോകം നമ്മുടെ മുന്നിൽ അദ്ദേഹം കൊണ്ടുവരുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഫാസിൽ എന്തായാലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവും, ബിക്കോസ് സത്യം പറഞ്ഞാൽ എനിക്കും ഫുള്ളി അറിയില്ല. ഐ എം വെയിറ്റിംഗ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് എക്സാക്ട്ലി ദിസ് വേൾഡ് ഇസ് ഓൾ അബൌട്ട്. ബട്ട് റൈറ്റ് നൗ ഇറ്റ്സ് ടൈം ഫോർ us to launch it and to do the honors along with Fazil Ashraf. I'd like to welcome somebody else who is the director of both True Entertainment Division as well as Tredge International, Mr. Rebin Arif. Can I please welcome you on stage? Truth Entertainment Division ടെയും Tredge International ടെയും ഡയറക്ടറായ മിസ്റ്റർ റെബിൻ അരീഫും നമ്മുടെ ബ്രാൻഡ് ലോഞ്ചും നമ്മുടെ കൂടെ ഈ വേദിയിൽ തന്നെ ഉണ്ടാവും. Alright, ladies and gentlemen, now it's the time. Madiverse brand launch ഇവിടെ നടക്കാൻ പോവാണ്. ഇൻഫാക്ട് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് സർ ഇതിന്റെ ഒരു ചെറിയ ലോഗോ ലോഞ്ച് കഴിഞ്ഞ മാസം ചെയ്തിരുന്നു, ഒരു ലോഗോ റിവീൽ നടത്തിയിരുന്നു. പക്ഷെ നിങ്ങൾ എല്ലാവരെയും വിളിച്ച് നമ്മുടെ മീഡിയ ഫ്രണ്ട്സും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, എല്ലാവരെയും മുന്നിൽ വെച്ച് വലിയൊരു ബ്രാൻഡ് റിവീൽ ചെയ്യണമെന്നൊരു ആഗ്രഹം ഫാസിലിനും കൂട്ടുകാർക്കും ഉണ്ടായിരുന്നു. So that is why we are doing this fantastic event, and to do the brand launch I have the perfect person here. I think you got the best person to do it, I have to tell you, because fitness ആണെങ്കിലും ആക്ടിവിറ്റി ആണെങ്കിലും ട്രാവലിംഗ് ആണെങ്കിലും അഡ്വെഞ്ചർ ആണെങ്കിലും സിനിമയിൽ മാത്രമല്ല അത് ജീവിതത്തിൽ ജീവിക്കുന്ന, അത് എൻജോയ് ചെയ്യുന്ന ഒരാളെ തന്നെയാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് ഒരു സെലിബ്രിറ്റി ആയി കൊണ്ടുവന്നു, നമ്പർ 1, yes, but here is a man who walks, talks and breathes activity, health and adventure. Ladies and gentlemen, I'm talking about once again our chief guest Tobino Thomas. Can I please welcome you on stage? ടോബി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോൺസെപ്റ്റുമായിട്ടാണ് ഫാസിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. Tredge International ട്രൂത്ത് ഗ്രൂപ്പും ഒക്കെ എത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞതിന് ശേഷം we will hear what you have to say. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോഞ്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടോബി ഇത്ര ആക്ടിവിറ്റി ഡ്രിവൺ ആയതുകൊണ്ട് വെറുതെ ഒരു റിമോട്ട് നിന്ന് ഒരു പ്രസ് ചെയ്യിപ്പിച്ച് നോ വി വാണ്ട് ടു സീ സം ശക്തി, വി വാണ്ട് ടു സീ ഒരു 500 പുഷപ്പ് എന്നൊക്കെ പറഞ്ഞു വേണ്ട. ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് ഈ പഞ്ചിങ് മെഷീനൊക്കെ അല്ലേ, ഞങ്ങളൊന്ന് ഒപ്പിച്ചിട്ട് ടോബി. ഓക്കെ, ഞാൻ ചോദിക്കും നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ചെറിയൊരു പണി നമുക്ക് കയ്യിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഐ മീൻ കം ഓൺ ടോബി, ഞാൻ പറഞ്ഞില്ല എത്ര യൂണിവേഴ്സ് അനുസരിച്ച് ഞങ്ങളുടെ മനസ്സിൽ ടോബി എന്ന് പറഞ്ഞാൽ ഫുൾ ആക്ഷൻ ഹീറോ ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഒരു ആക്ഷൻ ഹീറോ ഇനോഗ്രേഷൻ ആയാലോ? ഞാൻ ഓക്കെ കഥപ്പടം ചെയ്യാൻ വന്നിട്ട് ആക്ഷൻ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. പക്ഷെ ഇതിന് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും പരിപാടി തന്നെയായിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റും മുതിർന്ന കുട്ടികൾക്കുള്ളതാണ്. 18 വയസ്സിന് മുകളിലുള്ള എന്നെ പോലുള്ള കുട്ടികൾക്കുള്ളതാണ്. മനസ്സിലെപ്പോഴും അങ്ങനത്തെ ഒരു ഫണ്ടും ഇങ്ങനത്തെ ആക്ടിവിറ്റീസും ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ
നമ്മൾ നമ്മുടെ ഉള്ളിൽ വളരാതെ സൂക്ഷിച്ചിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവണം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ്. ഹാപ്പി ടു ബി അസോസിയേറ്റഡ് വിത്ത് ദിസ്. We can't wait. അപ്പം നിങ്ങൾ 3 പേരെടുത്തും ഞാൻ ഇങ്ങോട്ടൊന്ന് വരാനൊന്ന് പറഞ്ഞോട്ടെ, അഭ്യർത്ഥിച്ചോട്ടെ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഒറ്റ അടിക്കുന്നത് പൊളിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ബിക്കോസ് ടൊവിനോന്റെ മസിലിന്റെ പഞ്ച് അത്ര ഉണ്ടാവുമല്ലോ. ഞങ്ങൾ കുറെ കണ്ടിട്ടുണ്ട് സിനിമയിൽ, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് മിന്നൽ മുരളിയിൽ ഇങ്ങനെ എന്നൊക്കെ വരുന്നു. പിന്നെ ഇവിടെ ആക്ടിങ് പറ്റില്ല, ഇവിടെ ഒറിജിനൽ വേണം കേട്ടോ. അപ്പൊ വെരി സിമ്പിൾ, ഒറ്റ പഞ്ചിൽ വേണമെങ്കിൽ നമുക്ക് റിലീസ് ചെയ്യാം. അത്രയും ശക്തമായൊരു പഞ്ചാണോ ഇല്ലയോ എന്ന് മാത്രമാണ് ചോദ്യം. ഓക്കെ, പക്ഷെ ഫോം അപ്പ് ചെയ്യാൻ സമയം എടുക്കുന്ന എനിക്കറിയാം. വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് നന്നായി കഴിച്ചാൽ മാഡിവേഴ്സിന്റെ ലോഗോ ബ്രാൻഡ് ഇവിടെ ഒറ്റ ഒരു പഞ്ചിൽ ടൊവിനോ റിവീൽ ചെയ്യാൻ പോവാണ്. ഒരു എല്ലാവരും കൂടെ 1 2 3 കൗണ്ട് ഡൗൺ റെഡിയാണോ? ഓക്കെ, റെഡി 2 3 ടൊവി. ഒരു ചെറിയൊരു വിള്ളൽ വന്നിട്ടുണ്ട് അല്ലേ? കുഴപ്പമില്ല, ഒരു ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. നല്ല നല്ല ആദ്യത്തെ പഞ്ചിന് ഒരു മിനിമം ഒരു വിള്ളലെങ്കിലും വേണം. ഒരു രണ്ടാമത്തെ പഞ്ച് കൂടെ കൊടുക്കണോ? ചോദിക്കുക കൊടുക്കണോ? അപ്പൊ നിങ്ങൾ കൗണ്ട് ചെയ്ത് നേരത്തെ നിങ്ങൾ വളരെ ബോറായിട്ടാണ് കൗണ്ട് ചെയ്തത്. ഒരു ചേട്ടൻ മാത്രമേ കൗണ്ട് ചെയ്തുള്ളൂ. ആർ യു റെഡി ഫോർ എ സെക്കൻഡ് പഞ്ച്? ഓക്കെ, നിങ്ങൾ കൗണ്ട് ഔട്ട് ചെയ്തോളൂ. ദിസ് ഈസ് ഫോർ ടൊവി ദ സെക്കൻഡ്. കൗണ്ടിനനുസരിച്ച് ഇടിയുടെ ശക്തിയും കൂടും. കൗണ്ടിന്റെ ശക്തി പോലെ ഇടിയുടെ ശക്തിയും കൂടും. ആർ യു റെഡി? ഓക്കെ, ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഗോ. കൗണ്ട്. അതേ മതിലിടിച്ച് വിളിക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നേരത്തെ വല്ല ഇടിച്ച് വിളിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഇല്ല, ഇങ്ങനത്തെ ഒരു ലോഞ്ചിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഒന്നുകൂടി എല്ലാവരും ഒന്ന് ആവശ്യം നിങ്ങളുടെ ശക്തിയും കൂടെ നമ്മൾ ടൊവിയുടെ ആ കയ്യിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മളുടെ അടുത്ത പഞ്ചിന് റിവീൽ കൺഫേംഡ് ആണ്. ഒന്നുകൂടി നന്നായി ഒന്ന് കൈയടിച്ച ടൊവിക്ക് വേണ്ടി. Everybody come on. Ladies and gentlemen, this is the final punch എന്ന് വിശ്വസിക്കുന്നു. From Tobino Thomas to reveal the brand logo right here. 1 2 3. അല്ലേ പോരാ? നിങ്ങൾ എണ്ണില്ല, നിങ്ങൾ അങ്ങനെ പോരാണ്. ഒന്നുകൂടെ 1 2 3 തുടങ്ങോ. Let's go Tommy. That's fun. It's definitely fun. But let me tell you, ഇവിടെ fun unlimited ആണ്. ഇവിടെ കുറച്ച് fun അല്ല, ഇവിടെ കുറെ fun ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് അത്രയും അധികം ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഓബ്സ്റ്റക്കിൾസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇവർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 16 ഓബ്സ്റ്റക്കിൾസ് എന്തോ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ഒരു മത്സര ബുദ്ധിയോടെ നിങ്ങൾ ഇത് അപ്രോച്ച് ചെയ്യരുത് കേട്ടോ. ബിക്കോസ് മത്സര ബുദ്ധിയോടെ അപ്രോച്ച് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്, നമുക്ക് ചിലപ്പം സങ്കടമൊക്കെ വരും. ഇറ്റ്സ് ഓൺലി അബൌട്ട് ഫൺ. എങ്ങാനും നിങ്ങൾ വീണാൽ വീണ്ടും എണീക്കുക, വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുക, ആൻഡ് യു കീപ് ഡൂയിങ് ദിസ് വൺ ആഫ്റ്റർ ദ അതർ. നമ്മുടെ ഫോട്ടോ സെഷൻ ആണ് ഇപ്പോൾ. ആ ഒരു ഫോട്ടോ സെഷൻ വിത്ത് ഡിഗ്നിറ്ററീസ്. എടുത്തോ ഫോട്ടോ, നടുക്കുമ്പോൾ തന്നെ എടുത്തോ. ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോന് ശേഷം നമ്മുടെ ഈ ബ്രാൻഡിന്റെ കുറച്ച് ആൾക്കാരെ വേദിയിലേക്ക് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ റിക്വസ്റ്റ് their presence on stage for the group photo. Mr. Avinash Ashraf, COO Tredge International, Mr. Hamid Ali Punnakaran, Public Relations Officer, Mr. Vineet PR, Procurement Officer, Mr. Muhammad Hisham, Project Administrator, Mr. Irfan, Logistics Lead, Mr. Muhammad Zain, Media Production Head, Mr. Shaukat Chakuji, Operations Head, Mr. Abshar MS, Digital Marketing Lead, Mr. Shamsuddin KM, Operations Lead, Mr. Adil Abdul Jalil, Operations and Community Lead, Mr. Muhammad Anas TA, Materials Quality Controller, and Mr. Johnny Sebastian, Art Director. കുറച്ച് പാട്ടൊക്കെ ഇട്ട് ഗുമ്മുണ്ടെങ്കിൽ ഇങ്ങനെ തോന്നില്ല, കുറച്ച് ലൈഫൊക്കെ വേണ്ടേ അല്ലേ? കുറച്ച് സന്തോഷമാണെങ്കിൽ കുറച്ച് പാട്ടൊക്കെ വേണം. അടിപൊളി പാട്ടില്ലേ ഷൂട്ടിംഗ് സെറ്റൊക്കെ. മൈ ഹാർട്ട് വിൽ ഗോ ഓൺ. കരച്ചിൽ വരുന്ന പോലെ. മാഡിവേഴ്സ് ഇസ് അബൌട്ട് ഫൺ, ഹാപ്പിനെസ്, എനർജി, ആക്ടിവിറ്റി. നല്ല പാട്ടിടുന്നത്. ഗ്രൂപ്പ് ഫോട്ടോ ഫ്രം ദ ടീം ഓഫ് Tredge International, Truth and Madiverse. നല്ലൊരു കൈ കൊടുക്കാം once again for this fantastic world that they have unleashed
you. To our boots today, the barrier stands 10 feet tall and gray. ടോബി, തീർച്ചയായിട്ടും ബ്രാൻഡ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വി വോണ്ട് ടു ഹിയർ വാട്ട് യു ഹാവ് ടു സേ. മാഡിവേഴ്സിന്റെ ഈ ഒരു വളരെ ഡിഫറെന്റ് ആയ യുണീക്ക് ആയ പുതുമയാർന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മുടെ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. അപ്പം ടോബിനോ എന്ന് പറഞ്ഞ ഒരു നടലുപരി, ലൈക്ക് ഐ സെഡ്, ഒരു ഫിറ്റ്നസ് ഫ്രീക്ക്, ഒരു ആക്ടിവിറ്റി എക്സ്പേർട്ട് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. എന്ത് തോന്നുന്നു ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചും അതിവിടെ ലോഞ്ച് ചെയ്തപ്പോഴും? എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഓർമ്മപ്പെടുത്തപ്പോ എന്റെ മനസ്സില് കല്യാണത്തിൽ എല്ലാവരും കോട്ടൊക്കെ ഇട്ടിട്ട് അടുത്ത് ഞാൻ ആ ഒരു ഫ്രെയിമാണ് എന്റെ മനസ്സിൽ വന്നത്. ഞാനങ്ങനെ ഭയങ്കര ഒരു ഫിറ്റ്നസ് ഫ്രീക്കൊന്നുമല്ല. അതായത് എന്റെ ചെയ്യുന്ന പ്രൊഫഷനിൽ നമുക്ക് ശരീര സൗന്ദര്യം കുറച്ചൊക്കെ, ശരീര സൗന്ദര്യത്തിനേക്കാളും കൂടുതൽ ഓരോ സിനിമയ്ക്ക് അനുസരിച്ച് ശരീരം മാറ്റുക എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ഫിറ്റ് ആയിരിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തോന്നിയപ്പോഴാണ് അങ്ങനെ വർക്കൗട്ട് പരിപാടിയൊക്കെ തുടങ്ങിയത്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ടുകൾ ചെയ്ത് അത് റിപ്പീറ്റേറ്റീവ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ വർക്കൗട്ട് കൂടുതലും ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി ബേസ്ഡ് വർക്കൗട്ട്സ് ആണ്. അതായത് നമ്മൾ വെറുതെ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുത്ത് ഇത്ര റെപ്സ് ചെയ്യുന്നതിനേക്കാൾ നമ്മളൊരു ഫൺ ആക്ടിവിറ്റി പോലെ നമ്മുടെ വർക്കൗട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും നല്ലൊരു എക്സസൈസും റിലാക്സേഷനും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കോൺസെപ്റ്റുകളിലൊക്കെ എനിക്കൊന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫൺ ഓബ്സ്റ്റക്കിൾ ചലഞ്ചസ് ഒക്കെ ആയിട്ട് വരുന്നത്. പണ്ട് ടി വിയിലൊക്കെ മറ്റേ ടക്കീഷി കാസിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്താ പറയാ, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഭയങ്കര രസമായിരിക്കുന്നൊക്കെ പണ്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതിന്റെയൊക്കെ ഒരു വളരെ മിനിയേച്ചർ വേർഷൻ ആയിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ ഒബ്സ്റ്റക്കിൾ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഞാനങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആളല്ല. ഇത് ഫൺ കാര്യങ്ങളിലാണ് നമുക്ക് കോമ്പറ്റീറ്റീവ് ആകാൻ പറ്റുള്ളൂ, തോന്നാലും കുഴപ്പമില്ലാത്ത. അപ്പോൾ അങ്ങനെ ഒരു ഫൺ കോമ്പറ്റീഷൻ വേണം, എന്നാലേ അതിനൊരു രസം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയാൽ പോലും ആ കളിയേക്കാൾ കൂടുതൽ അതിന്റെ ഇടയ്ക്കുള്ള സ്ലെച്ചിങ്ങും അതിന്റെ ഇടയ്ക്കുള്ള കള്ളക്കളിയും ഒക്കെ ആണല്ലോ അതിന്റെ ഏറ്റവും കൂടുതൽ. അപ്പൊ അതുപോലെ ആ ഫൺ നഷ്ടപ്പെട്ടു പോവാതെ ഇങ്ങനെ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷനുമായിട്ട് ഒരു ഗംഭീരമായിട്ട് നമുക്ക് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതേപോലെ തന്നെ ആ ഫിറ്റ്നസ് എന്നുള്ള ഒരു ഇത് അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകും. ഒരു 7 days ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നു എന്നറിയുന്നത് വലിയ സന്തോഷം. എനിക്കും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു 7 ദിവസം ഉണ്ട്.